നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. IPL മിനി താരലേലം കഴിഞ്ഞ ദിവസം സമാപിച്ചു. ആകെ 77 താരങ്ങളെയാണ് 10 ഫ്രാഞ്ചൈസികളും സ്വന്തമാക്കിയത്. ആകെ 215 കോടിയിലേറെ രൂപയാണ് വിവിധ ടീമുകൾ ലേലത്തിൽ ചിലവഴിച്ചിട്ടുള്ളത്. നമുക്കിപ്പം MSK ഉണ്ട്, ഒപ്പം തന്നെ ഹാരിസ് നെന്മാറയുമുണ്ട്. MSK, ഒരു മിനി ലേലമാണെങ്കിൽ പോലും വലിയ ആവേശമൊക്കെ ഉള്ള ഒരു രീതിയിൽ തന്നെയായിരുന്നു അബുദാബിയിൽ ലേലം സമാപിച്ചത്. അപ്പോൾ അതിൽ തന്നെ നോക്കുമ്പോൾ കാമറൂൺ ഗ്രീന് ഒരു മെഗാലയലത്തിൽ നിന്ന പോലെ തന്നെ പണം വരുന്ന ഒരു രീതിയിൽ ഏറ്റവും പെയ്ഡ് ഓവർസീസ് പ്ലെയർ എന്നുള്ള റെക്കോർഡിലേക്ക് അദ്ദേഹം പോവുകയാണ്. ഒപ്പം തന്നെ അൺക്യാപ്ഡ് വിഭാഗങ്ങളിലും റെക്കോർഡ് മിനി ലേലത്തിലുണ്ടായി എന്നുള്ളൊരു വലിയ സവിശേഷതയും ഉണ്ടായിരുന്നു. എന്തായിരുന്നു മൊത്തത്തിൽ ഒരു ലേലം കഴിഞ്ഞ ദിവസം? മൊത്തത്തിൽ കാമറൂൺ ഗ്രീൻ 25 കോടി രൂപ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ചെന്നൈ നേടിയ 2 പേർ 14.2 കോടി രൂപയ്ക്ക് 2 യുവതാരങ്ങളെയും അവരെടുക്കുകയുണ്ടായി. പക്ഷെ അതിൽ രസകരമായൊരു കാര്യമുള്ളത്, കഴിഞ്ഞ ദിവസം മുതൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ പേജൊക്കെ അതിൽ ലൈക്ക് കൂടുകയാണ്, ഫോളോവേഴ്സ് കൂടുകയാണ്. ഷാറൂഖ് ഖാൻ്റെ ഫോട്ടോൻ്റെ അടിയിലൊക്കെ ചെന്നിട്ട് ഷാറൂഖ് ഖാൻ ഈസ് വേൾഡ്സ് ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞുള്ള കമൻറ്റുകൾ വരികയാണ്. അതിനൊപ്പം തന്നെ നിങ്ങളുടെ ടീമിലേക്ക് ഞങ്ങളുടെ ഒരാൾ കൂടി വന്നിരിക്കുന്നു എന്നുള്ള ലൈനിൽ മുസ്താഫിസുർ റഹ്മാൻ്റെ എൻട്രി, അത് ബംഗ്ലാദേശുകാർ ആഘോഷിക്കുന്നൊരു സമയമാണ്. നമുക്കറിയാം, മുമ്പ് CSK മുസ്താഫിസുർ റഹ്മാനെ എടുത്ത സമയത്ത് അവരുടെ മുസ്താഫിസുർ റഹ്മാൻ്റെ ഒരു ഫോട്ടോ അവർ CSK പോസ്റ്റ് ചെയ്തിരുന്നു മുമ്പത്തെ IPL-ൽ. അതുവരെ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഫോട്ടോ അല്ലെങ്കിൽ CSK കപ്പ് ഉയർത്തിയ ഫോട്ടോയേക്കാൾ കൂടുതൽ ലൈക്കുകൾ, ഫോളോയിങ്, അത്രയും ആളുകൾ ആഘോഷിക്കുകയാണ്. അതായത് അവരുടെ ഒരു നാഷണൽ ഹീറോ എന്ന ലൈനിൽ മുസ്താഫിസുർ റഹ്മാൻ ഏത് ടീമിൽ IPL ഏത് ടീമിലേക്ക് വരികയാണോ ആ ടീമിൻ്റെ ഫോളോവേഴ്സ് കൂടുകയാണ്. അതായത് ബംഗ്ലാദേശുകാർ മൊത്തത്തിൽ അങ്ങ് ആഘോഷിക്കുന്ന ഒരു അവസ്ഥയാണ്. ഷാറൂഖ് ഖാൻ ഈസ് ദ ബെസ്റ്റ് ആക്ടർ ഇൻ ദി വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റുകൾ. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ കാമറൂൺ ഗ്രീൻ നമുക്കറിയാം, അദ്ദേഹത്തിനാണ് 25.2 കോടി രൂപ കൊടുത്തിട്ട് KKR വാങ്ങിയത്. അപ്പം അത് തീർച്ചയായിട്ടും അതിനുള്ളത് ഉണ്ടോ? കാരണം MSK കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തതിൻ്റെ അടിയിൽ ഒരുപാട് കമന്റുകളുണ്ട്, ആരാധകർ വലിയ രീതിയിൽ. അല്ല, ആക്ച്വലി ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് 25, നമ്മളിപ്പോൾ ഒരു ഓസ്ട്രേലിയൻ പ്ലെയർ അല്ലെങ്കിൽ ഒരു വിദേശ പ്ലെയർക്ക് ഇത്രയും പൈസ കൊടുക്കുമ്പോൾ, മെയിൻലി ഈ കാമറൂൺ ഗ്രീൻ എന്നുള്ള താരം ഇപ്പോഴും അങ്ങനെ ഒരു പ്രൂവൺ താരമൊന്നുമല്ല. അദ്ദേഹം ഒരു ഷെയ്ൻ വാട്സൺ അല്ല, അല്ലെങ്കിൽ ഒരു ബെൻ സ്റ്റോക്സ് അല്ല, അല്ലെങ്കിൽ ഒരു ആന്ദ്രെ റസൽ പോലും അല്ല. അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഒരു 2-3 വർഷമായിട്ട് അദ്ദേഹം തുടങ്ങുന്നുണ്ട്. ആദ്യത്തെ IPL-ലാണ് അദ്ദേഹം മികച്ച രീതിയിൽ കളിച്ചത്. 2023 IPL വന്നപ്പോൾ മുംബൈക്ക് ഒപ്പം അദ്ദേഹം മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ തൊട്ടടുത്ത വർഷം RCBക്ക് ഒപ്പം നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒരുപാട് വീക്കാവുന്നതാണ് കണ്ടത്. അതിനുശേഷം പരിക്ക് കാരണം കഴിഞ്ഞ IPL സീസൺ കളിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഒരു ലോങ് ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം IPL-ലേക്ക് വരുന്നത്. കാരണം ഈ ആശ്വാസമൊന്നും അദ്ദേഹം ഇല്ല, അതിന് മുമ്പത്തെ ടെസ്റ്റ് പരമ്പരകളിലൊന്നും ഇല്ല. അപ്പോൾ വലിയൊരു പരിക്കിൻ്റെ ഗ്യാപ്പിന് ശേഷം അദ്ദേഹം തിരിച്ചു വരുമ്പോൾ, IPL-ലേക്ക് വരുമ്പോൾ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ആന്ദ്രെ റസൽ എന്ന ഒരു ജയൻറ്റിൻ്റെ ഷോസ് ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ അത് നടക്കുമോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ മാത്രമല്ല, ഓസ്ട്രേലിയൻ താരങ്ങളുടെ ഒരു പതിവ് രീതിയുണ്ട്. അവർ മിച്ചൽ സ്റ്റാർക്കിനെ മുമ്പ് പലപ്പോഴും പല IPL ടീമുകൾ എടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആ ഒരു ടൂർണമെന്റിന്റെ പാതി വഴിയിൽ മടങ്ങുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ താരങ്ങൾ പലപ്പോഴും എല്ലായ്പ്പോഴും അവരുടെ ഒരു അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ്. പിന്നെ ഇത്രയും വലിയൊരു ഫ്രാഞ്ചൈസിക്കൊപ്പം അവരുടെ പ്രതീക്ഷകൾ എന്ന് പറയുമ്പോൾ ആ പ്രതീക്ഷകളൊക്കെ കാക്കാൻ ഇദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ 64 കോടിയിൽ 25 കോടിയും ഇദ്ദേഹത്തിന് നൽകിക്കൊണ്ടാണ്. മാത്രമല്ല, ഈ 25 കോടിയിൽ നമുക്കൊരു 18 കോടി മാത്രമാണ് ഈ വിദേശ പ്ലെയർക്ക് കിട്ടുകയുള്ളൂ. ബാക്കിയുള്ള ഈ 7.2 കോടി രൂപ ഇതിന്റെ BCCയുടെ വെൽഫെയർ ഫണ്ടിലേക്കാണ് പോകുക. കാരണം ഒരു വിദേശ താരത്തിന് കിട്ടുകയാണെങ്കിൽ ഈ വർഷം വന്ന ഒരു പുതിയ നിയമപ്രകാരം ഒരു വിദേശ താരത്തിന് ഇത്രയും കോടി രൂപ മുടക്കുമ്പോൾ ആ ബാക്കി കോടി ആ ടീമിന് നഷ്ടമാണ്. 7 കോടി രൂപ BCCക്ക് വെറുതെ കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുക. പിന്നെ കൊൽക്കത്തൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബൈ എന്ന് പറയുമ്പോൾ, ഇങ്ങനെ ഇദ്ദേഹത്തെ 25 കോടി രൂപയ്ക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ എല്ലാ സമ്മർദ്ദങ്ങളും ഇയാളുടെ ചുമലിലായിരിക്കും. കാരണം അത്രയും കോടി രൂപ അദ്ദേഹത്തിന് നൽകി ഒരു ഓൾറൗണ്ടർ കൊൽക്കത്തൻ ടീമിലെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ബൈയിൽ എനിക്ക് തോന്നി ഇത്രയും പൈസ കയ്യിലുണ്ടായിട്ടും ഏറ്റവും മോശം ബൈ നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ മോശം രൂപത്തിൽ ഇതിനെ താരലേലത്തെ സമീപിച്ചിരിക്കുന്ന ഒരു ടീമായിട്ടാണ് KKR എനിക്ക് തോന്നുന്നത്. അത് പലപ്പോഴും പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവുന്നത്, KKR എല്ലാ ഓപ്ഷനിലും ഒരു പരിധിക്കപ്പുറമുള്ള പൈസ ചില താരങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന രീതിയിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിലേക്ക് നോക്കുമ്പോൾ 2 താരങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ 40 കോടിക്ക് മുകളിൽ കൊടുത്തു. അപ്പോൾ 18 കോടിക്ക് മുകളിൽ അവർ കൊടുത്തു.
പിന്നീട് ഫിസിന് 9 കോടി കൊടുത്തു. 9 പോയിന്റ്, അതെ 9.2. അത്രത്തോളമൊക്കെ വർത്തുണ്ടോ എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ തവണ തന്നെ വെങ്കടേഷ് അയ്യർക്ക് അത്രയും പൈസ കൊടുത്തിട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അദ്ദേഹം വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാനും കഴിഞ്ഞില്ല. തീർച്ചയായിട്ടും വെങ്കടേഷ് അയ്യറിന് അതൊരു ഫ്ലോപ്പായിട്ട് മാറിയ ഒരു സീസൺ ആയിരുന്നു. പിന്നെ കൊൽക്കത്ത തീർച്ചയായിട്ടും വേണ്ടത് അവർക്ക് ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ ഇപ്പോഴും ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം അജിങ്ക്യ രഹാന തന്നെയാണ്, വെറ്ററായിട്ടുള്ള അദ്ദേഹം തന്നെയാണ് ഈ വർഷവും ക്യാപ്റ്റനാവാൻ സാധ്യത ഉണ്ടാവുക. അപ്പം അവർ ഇതിന് മുമ്പുള്ള ട്രൈഡിലൂടെയെങ്കിലും ആരെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ KL രാഹുലിനെയോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ശ്രമിക്കും, അല്ലെങ്കിൽ സഞ്ജുവിനെ പോലും അവർ ശ്രമിച്ചിരുന്നു എന്ന രീതിയിലുള്ള വാർത്തകളുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ അവർക്ക് കൃത്യമായിട്ടൊരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ ഇല്ല. അതൊരു വലിയൊരു പ്രശ്നമാണ്. പിന്നെ അവരുടെ ബാറ്റിംഗ് നിര നോക്കുമ്പോൾ ഇപ്പോഴും വെറ്ററൻസ് ആണ് ബാറ്റിംഗ് നിരയിൽ. അവർ കഴിഞ്ഞ ദിവസം വാങ്ങിയ ഒരു ബാറ്റർ എന്നുള്ളത് രാഹുൽ ത്രിപാഠിയാണ്. രാഹുൽ ത്രിപാഠി നമുക്കറിയാം 1-2 IPL സീസണുകളിൽ വണ്ടറായിട്ട് മാറിയെങ്കിലും അദ്ദേഹം കഴിഞ്ഞ സീസണുകളിലൊക്കെയും ഒരു എന്താ പറയുക, ഒരു പ്രായത്തിൻ്റെ അസ്കിതകളുണ്ട്. പിന്നെ മാത്രമല്ല വേണ്ടത്ര ഫോമിലില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത്രയും അതായത് വെടി തീർന്ന രാഹുൽ ത്രിപാഠി, അതുപോലെ തന്നെ അജിങ്ക്യ രഹാന. പക്ഷേ ടീം സേഫ് ഫിൻ അലൻ അങ്ങനെ തുടങ്ങിയിട്ട് ഒരു 360 പ്ലേയേഴ്സ് പറയുന്നുണ്ട്. രണ്ടും വിക്കറ്റ് കീപ്പർ ഓപ്ഷൻസ് ആണ്. കിൻഡോ ഡിക്കോക്ക് പോയ സമയത്താണ്. പിന്നെ രച്ചിൻ രവീന്ദ്ര അവർക്ക് ബേസ് പ്രൈസിൽ അങ്ങനെ കുറെ സ്മാർട്ട് ബൈസും അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ ഇതിനെ നോക്കുമ്പോൾ ഇന്നലെ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ഇന്ത്യൻ ബാറ്റിംഗ് നിര നോക്കുമ്പോൾ ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ ഇല്ല എന്ന് പറയുന്ന ഒപ്പം തന്നെ അവരുടെ ബാറ്റിംഗ് നിര അജിങ്ക്യ രഹാനയാണ്, പിന്നെ ഉള്ളത് മനീഷ് പാണ്ഡെ, പിന്നെ ഈ രാഹുൽ ത്രിപാഠിനെ പഴയ പുലികൾ ഈ രാഹുൽ ത്രിപാഠി കഴിഞ്ഞ സീസണിൽ ഫോം ഔട്ട് ആയിരുന്നു. അതേപോലെ തന്നെ മദീഷ പതിരാനിയും കഴിഞ്ഞ സീസണിൽ ഫോം ഔട്ട് ആയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെയാണ് 18 കോടിക്ക് എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പ്രീവിയസ് സീസണിലെ ഫോം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ മോശം ബൈയാണെന്ന് പറഞ്ഞാൽ പോലും, പക്ഷേ IPL ആണ്, ചിലപ്പോൾ അടുത്ത സീസണിലായിരിക്കും അവർ നന്നായി പെർഫോം ചെയ്യാം, നമുക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ മദീഷ പതിരാനെ സംബന്ധിച്ച് 18 കോടിക്കുള്ള മുതലുണ്ടോ? അത് തീർച്ചയായിട്ടും അത് മദീഷ പതിരാനയിലേക്ക് ഞാൻ വരികയായിരുന്നു. കാരണം മദീഷ പതിരാനെ നമുക്കറിയാം ഈ CSKക്ക് ഒപ്പം നിൽക്കുമ്പോഴാണ് അവരുടെ അദ്ദേഹത്തിന്റെ, അതായത് ധോണി മദീഷ പതിരാണ് ഒരു ഫാക്ട്. ധോണിയുടെ ഒരു ഇമ്പാക്ട് അദ്ദേഹത്തിന്റെ കരിയറിൽ എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ധോണി കൃത്യമായിട്ട് മോൾഡ് ചെയ്തെടുത്തൊരു താരമാണ് മദീഷ പതിരാണ്. ധോണിയുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ അദ്ദേഹം ശ്രീലങ്കയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മോശം പെർഫോമൻസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ CSKക്ക് വേണ്ടി എപ്പോഴും ധോണി അപ്പുറത്തുനിന്ന് കറക്റ്റായിട്ട് അദ്ദേഹത്തെ മോൾഡ് ചെയ്തെടുക്കുന്നു, അദ്ദേഹത്തിനുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കുന്നു. ധോണിയുടെ ഒരു ഇമ്പാക്ട് അദ്ദേഹത്തിന്റെ അത് വേറെ ടീമിലേക്ക് വരുമ്പോൾ പതിരാന ഇപ്പോൾ ചെന്നൈക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നലെ ഇട്ട പോസ്റ്റിൽ അദ്ദേഹം മെൻഷൻ ചെയ്ത ഏക വ്യക്തി എന്ന് പറയുന്നത് ധോണിയാണ്. മഹിബായി ആണ് അത്രയും രീതിയിൽ കെയർ ചെയ്തത്, മോൾഡ് ചെയ്ത രീതിയിൽ അദ്ദേഹം തന്നെ. പിന്നെ അദ്ദേഹത്തിന്റെ ആക്ഷൻ ഒക്കെ വല്ലാതെ പരിക്ക് വലിക്കുന്നുണ്ട് അദ്ദേഹത്തെ. അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടി കുറെ സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് മാറ്റിയതിനു ശേഷം അദ്ദേഹം ഫോം ഔട്ട് ആവുന്നു എന്ന് പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മദീജ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വന്നു. പിന്നെ അവർക്ക് ഒരു സ്പെൻസർ ജോൺസൺ ഒക്കെ പോയ ഒഴിവിൽ അവർക്ക് ഒരു 2 ഓവർസീസ് പേസർമാരുടെ ഒഴിവുണ്ടായിരുന്നു. അത് തേക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നർത്ഥത്തിൽ മുസ്തഫിസുർ റഹ്മാനും മദീജ പതിരാനിയും എടുക്കുന്നത് എന്നുള്ളതാണ്. അതിൽ മുസ്തഫിസുർ റഹ്മാൻ ഡെലിവറി ചെയ്യുന്ന നമുക്ക് പറയാം. പക്ഷേ മദീജ പതിരാനെ നമുക്ക് ഇപ്പോഴും ക്വസ്റ്റ്യൻ മാർക്കാണ് എന്നുള്ളതാണ്. കൃത്യമായിട്ട് ബാറ്റേഴ്സിന്റെ അഭാവം ഉണ്ട്. ഇപ്പം നമ്മളിപ്പം ഇവരെയൊക്കെ പറയുകയാണെങ്കിലും രച്ചിൻ രവീന്ദ്രയാണ് അവരുടെ ഒരു കറക്റ്റ് ഒരു പിക്കായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പം മാത്രമല്ല ഇന്ത്യൻ അവരുടെ ബാറ്റേഴ്സ് നോക്കുമ്പോൾ ഭയങ്കര ബേസ് പ്രൈസിന് കിട്ടിയതാണ് ഒരു ഭാഗ്യം. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടോ, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് T20 രീതിയിൽ കളിക്കുന്ന ഒരു ബാറ്റർ എന്നുള്ള രീതിയിൽ കാമറൂൺ ഗ്രീൻ മാത്രമാണ് അവരുടെ നിരയിലുള്ളത്. ഇപ്പം മറ്റു വിദേശ താരങ്ങളെ പരിഗണിക്കുകയാണെങ്കിൽ കൂടി 4 പേരെ മാത്രമേ നമുക്ക് പ്ലേയിങ് ലെവലിൽ ഇറക്കാൻ പറ്റുള്ളൂ. ഓൾറെഡി സുനിൽ നാരായൺ അവിടെ ഉണ്ടാവും. പിന്നെ ബോളേഴ്സായിട്ട് തീർച്ചയായിട്ടും മുസ്തഫിസുർ റഹ്മാനോ അല്ലെങ്കിൽ മദീഷ പതിരാനയും വരും. പിന്നെ കാമറൂൺ ഗ്രീനും വരും. പിന്നെ ഒരാൾക്ക് മാത്രമാണ് ഓപ്ഷൻ ഉള്ളത്. ബാക്കിയൊക്കെയും ഇന്ത്യൻ ബാറ്റർമാരെ തന്നെ ആശ്രയിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കൊൽക്കത്ത 64 കോടി രൂപ കയ്യിലുണ്ടായിട്ടും അവർ വാങ്ങിയിരിക്കുന്ന പ്ലേയേഴ്സിനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ അവരെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്നത് തന്നെയാണ്. ഉറപ്പായിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ഹരിസ് മുംബൈ നമുക്ക് പറയണമെന്ന് തോന്നുന്നു. അതിൽ പ്രത്യേകിച്ച് തന്നെ ഡീകോക്ക് അവർ നേരത്തെ ഡീകോക്കിനോട് ആദ്യം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അങ്ങോട്ട് ആവശ്യപ്പെട്ട് രജിസ്റ്റർ ചെയ്തു. 1 കോടിക്ക് തന്നെ അദ്ദേഹത്തിന് ബേസ് പ്രൈസിന് തന്നെ അദ്ദേഹത്തെ എടുക്കുകയും ചെയ്തു. മുംബൈയുടെ ഒരു ലേലത്തിലെ പെർഫോമൻസ്, ഒപ്പം തന്നെ എങ്ങനെയാണ് അടുത്തൊരു സീസണിലേക്ക് മുംബൈയുടെ പെർഫോമൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മുംബൈ ആയിരിക്കും ഈ സീസൺ ലേലത്തിന് മുമ്പേ തന്നെ ഭയങ്കര സ്മാർട്ടായിട്ട് അവർ ടീമിനെ നിലനിർത്തിയതും പിന്നെ ട്രേഡുകൾ നടത്തിയതൊക്കെ അവരാണ്. ഇപ്പോൾ പിന്നെ നേരത്തെ തന്നെ അവർ അർജുൻ ടെണ്ടുൽക്കറെ കൊടുക്കുന്നുണ്ട്, ഷർദുൽ താക്കൂറിനെ കൊണ്ടുവരുന്നുണ്ട്, മാർക്കണ്ടയെ കൊണ്ടുവരുന്നുണ്ട്, റുദർഫോർഡിനെ കൊണ്ടുവരുന്നുണ്ട്. ലേലത്തിലേക്ക് വരുന്ന സമയത്ത് കിൻഡൻ ഡീകോക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീകോക്ക് ഒന്നും ഈ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല.
മുംബൈ അങ്ങോട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് അദ്ദേഹം ഇന്ത്യക്കെതിരെ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് 3-ാം ഏകദിനത്തിൽ. T20 സീരീസിൽ അദ്ദേഹം അവർ ജയിച്ച കളിയിൽ 90 റൺസ് അടിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വൈറ്റ് ബോൾ ക്രിക്കറ്റിലേക്ക്, സൗത്ത് ആഫ്രിക്കനിലേക്ക് തിരിച്ചെത്തിയ മനുഷ്യനാണ്. പിന്നെ മുംബൈയും അദ്ദേഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഇന്നലെ ആകാശ് അംബാനി പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു ലവ് സ്റ്റോറിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു 2019-20 സീസണിലൊക്കെ മുംബൈ കിരീടം അടിക്കുന്ന സമയത്ത് രോഹിത് ശർമ്മ, കിരൺ ഡി കോക്ക് ആ ജോഡി ആയിരുന്നു. ഓപ്പണിംഗ് ഇറങ്ങുന്ന ഒരു വൈബാണ് വാങ്കഡയിൽ. അതെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ബാക്ക് ഇപ്പോൾ റിക്കിൾട്ടൺ ഫോം ഔട്ടായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കിരൺ ഡി കോക്കിന്റെ വരവ്, അദ്ദേഹം ഒരു വിക്കറ്റ് കീപ്പർ ഓപ്ഷൻ കൂടിയാണ്. അതേക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കണക്കുകളിൽ അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ ചിലപ്പോൾ നമുക്ക് അത്ര T20 അദ്ദേഹം ഫോം ഔട്ടാണ്, കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും ഫോം ഔട്ടാണ്. അല്ല, ഇന്ത്യക്കെതിരെ ജയിച്ച കളിയിൽ 42 ബോളിൽ 90 റൺസ് അടിച്ചിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അതേ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഓപ്ഷനിൽ ഇടപെട്ട രീതി, ഇപ്പൊ കാമറൂൺ ഗ്രീനിന് വേണ്ടിയിട്ട് അവരൊരു 2.45 കോടി വരെ പിന്നാലെ നടന്ന് വിളിച്ചിട്ടുണ്ട്. പല താരങ്ങളിലും അവർ മറ്റ് ഫ്രാഞ്ചൈസികളെ കയ്യിൽ അത്ര പൈസയേ ഉള്ളൂ. അതെ, എന്നിട്ട് പോലും അതെ മറ്റ് ഫ്രാഞ്ചൈസികളെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി അവർ പിന്നാലെ പോകുന്നുണ്ട് പല താരങ്ങൾക്കെതിരെയും. ഇതിൽ അവർ 1 കോടി 2.75 ആകെ കയ്യിലുള്ളത്. അതിൽ 1 കോടിക്ക് അവർ ഉദ്ദേശിച്ച താരത്തെ തന്നെ അവർക്ക് കിട്ടി എന്നുള്ളതാണ്. വേറൊരാൾ ബാക്കിയൊരു ഒരു പ്ലെയറിന്റെ പിന്നാലെ പോയി. അതെ, കോടിയുള്ളൂ ബാക്കി. അതെ, പിന്നെയുള്ള ബാക്കിയുള്ള താരങ്ങളൊക്കെ അവർ ഇതുപോലെ തന്നെ അവർ പ്ലാൻ ചെയ്തിരുന്നു മുമ്പ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഡൊമസ്റ്റിക് താരങ്ങളെയാണ് അവർ ലക്ഷ്യമിട്ടിരുന്നത്. അങ്ങനെ 30 ലക്ഷം വെച്ചിട്ട് അവരിങ്ങനെ കുറെ താരങ്ങൾ എടുക്കുന്നു. പിന്നെ അവരുടെ ഡെപ്ത് ഒക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ സീസണിലെ ഏറ്റവും ഡെപ്ത് ഉള്ള ടീമുകളിലൊന്നായിട്ട് വേണം നിങ്ങൾക്ക് മുംബൈ പരിഗണിക്കാൻ സാധിക്കുമെന്നുള്ളത്. കിരൺ ഡി കോക്ക് തിരിച്ചു വരുന്നു, രോഹിത് ശർമ്മയും ഡി കോക്കും കൂടി ഓപ്പൺ ചെയ്യുന്നു. സൂര്യകുമാർ യാദവ് ഫോം ഔട്ട് ആണെങ്കിൽ പോലും അദ്ദേഹം ഒരു IPL മെറ്റീരിയലാണ്. അദ്ദേഹം IPL-ലേക്ക് വരുന്ന സമയത്ത് ഫോമിലേക്ക് തിരിച്ചെത്തും. പിന്നെ അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് പൊസിഷൻ 3rd തന്നെയാണ് അദ്ദേഹം ഇറങ്ങുന്നത്. തിലക് വർമ്മ വരുന്നു, ഔട്ട് ഓഫ് ഫോം അല്ല, ഔട്ട് ഓഫ് റൺസ് ആണ്. ശ്രദ്ധിക്കണം. തിലക് വർമ്മ 4th വരുന്നു, ഹാർദിക് പാണ്ഡ്യ വരുന്നു, നവൻധീർ വരുന്നു, റുദർഫോർഡ് വരുന്നു. അവരുടെ ബോളിംഗ് ഓപ്ഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ട്രെന്റ് ബോൾട്ടും ബുംറയും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ എന്ന് പറഞ്ഞാൽ ഓപ്ഷന് മുമ്പേ തന്നെ ഒരു പെർഫെക്റ്റ് ടീമാണ്. ഓപ്ഷനിലും അവരെടുത്തേക്കുന്നത് ഡി കോക്കിന്റെ തിരിച്ചറിവടക്കം ഓപ്ഷന് മുമ്പേ തന്നെ അവർ നടത്തിയ ട്രേഡുകളൊക്കെ നല്ല ട്രേഡാണ് എന്ന അർത്ഥത്തിൽ മുംബൈ ഈ സീസണിൽ എന്തായാലും നമുക്കൊരു 60% മുകളിലൊക്കെ നമുക്ക് ഉറപ്പായിട്ടും ഇത്തവണ കിരീടം നേടാൻ സാധ്യത കൽപ്പിക്കുന്ന ടീമുകളിലൊന്നായിട്ട് പരിഗണിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇനിയിപ്പോ നമ്മള് നിലവിലെ ചാമ്പ്യന്മാരെ നമുക്ക് പറയണല്ലോ. RCB ഓൾറെഡി നേരത്തെ ആര് സൂചിപ്പിച്ച പോലെ തന്നെ ആ വിന്നിംഗ് കോർ അതുപോലെ നിലനിർത്തിയ ടീമായിരുന്നു RCB. അവർക്ക് ആവശ്യമില്ലാത്ത താരങ്ങളെ മാത്രമാണ് അദ്ദേഹം ഒഴിവാക്കിയത്. അത് പറഞ്ഞ പോലെ തന്നെ ലേലത്തിലേക്ക് വരുമ്പോൾ വെങ്കടേഷ് അയ്യരെ കഴിഞ്ഞ ലേലത്തിന് മെഗാ ലേലത്തിൽ അവർ ശ്രമിച്ചിരുന്നു. പിന്നീട് കൊൽക്കത്ത 20 കോടിക്ക് മുകളിലേക്കൊക്കെ പോയപ്പോഴാണ് RCB അത് വേണ്ടെന്ന് വെച്ചത്. കാരണം അവരുടെ കയ്യിൽ ആ പൈസ ആ രീതിയിൽ ചെലവഴിക്കാൻ മാത്രം ഉണ്ടായിരുന്നില്ല. പക്ഷെ വെങ്കടേഷ് അയ്യർ അവർ ഇത്തവണ വിളിച്ചു 7 കോടിക്ക്. അത് ഒരു ഡീസന്റ് ബൈ എന്നാണ് പറയാം. ഒരു ഓവറായിട്ട് പറയുന്നില്ല. പ്രത്യേകിച്ച് ടോപ്പ് ഓർഡർ ബാറ്ററാണ് അദ്ദേഹം. ആദ്യ 5 പൊസിഷനിൽ എവിടെ വേണമെങ്കിലും ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലെയറാണ്. മാത്രമല്ല അവർ ദേവദത്ത് പടിക്കൽ അല്ലെങ്കിൽ വെങ്കടേഷ് അയ്യർ ഇതിലൊരാളായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം ഒരു IPL സീസൺ ത്രൂ ഔട്ടൊന്നും തിളങ്ങുന്ന പ്ലേയേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഫോം ഔട്ടിന്റെ സൂചനകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തുടക്കം വെങ്കടേഷ് അയ്യർ ആയിരിക്കും കളിക്കുക, പിന്നീട് ദേവദത്ത് പടിക്കലായിരിക്കും, അല്ലെങ്കിൽ ദേവദത്തിൽ കടിച്ച് പിന്നീട് വെങ്കടേഷ് അയ്യർ കൊണ്ടുവരുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ 7 കോടിക്ക് വെങ്കടേഷ് അയ്യർ ഒരു നല്ല ബൈ തന്നെയാണ് RCB നടത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ RCBക്ക് ഏറ്റവും ലോട്ടറി എന്നൊക്കെ പറയുന്നത് ജേക്കബ് ഡഫി അവർ സ്വന്തമാക്കി. ഹേസൽവുഡ് ഒക്കെ പരിക്കുപറ്റി നിൽക്കുന്ന സമയം കൂടിയാണത്. ഹേസൽവുഡിന്റെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നുവാൻ ഉണ്ട് അവർക്ക്. അവർ ഓൾറെഡി നുവാനെ നിലനിർത്തിയിരുന്നു. പക്ഷേ ഈ ഒരു അഡീഷണൽ ആണ്. കാരണം T20 2 വർഷം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് നടത്തുന്ന ബൗളർ തന്നെയാണ് ജേക്കബ് ഡഫി ന്യൂസിലൻഡ് എന്നുള്ള. അപ്പോൾ അദ്ദേഹം 53 വിക്കറ്റുകൾ 2 വർഷത്തിനിടെ നേടിയിട്ടുണ്ട് 38 മത്സരങ്ങളിൽ. മാത്രമല്ല ഇക്കോണമിയും കുറവാണ്. 7 സംതിങ്ങിൻ്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ ഇക്കോണമി എന്ന് പറയുന്നത്. T20 റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജേക്കബ് ഡഫിയുടേത് ഒരു ഗംഭീര ഓപ്ഷനാണെന്നുള്ളത് തിരക്കുക. അതവർക്ക് ബേസ് പ്രൈസിന് കിട്ടിയെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം തന്നെ മങ്കേഷ് യാദവ് ഒരു 5 കോടി കൊടുത്തിട്ട് ഒരു അപ്രതീക്ഷിത താരം എന്നുള്ള രീതിയിലാണ്. കാരണം ഓൾറെഡി അവരുടെ കോട്ട അവർക്ക് ഏറെക്കുറെയൊക്കെ പൂർത്തിയായിരുന്നു. ആ രീതിയിലാണ് അവർ മങ്കേഷിനെ വിളിക്കുന്നത്. മങ്കേഷ് യാഷ് ദയാലിന് പകരം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്കറിയാം യാഷ് ദയാലുമായി ബന്ധപ്പെട്ട് കേസുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആ താരത്തിന് അല്ലെങ്കിൽ ഫ്രാഞ്ചൈസിക്ക് ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിലൊക്കെ എന്നുള്ള രീതിയിൽ കൂടിയാണ് മങ്കേഷിനെ അവർ വിളിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം മധ്യപ്രദേശിൽ നിന്നുള്ള താരമാണ്. യോർക്കറുകൾ എറിയാൻ അഗ്രഗണ്യനാണ്. മധ്യപ്രദേശ് T20 ലീഗിലെല്ലാം ബെസ്റ്റ് പെർഫോമൻസ് നടത്തിയ താരമാണ്. അപ്പം തന്നെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഓൾറെഡി അവർക്കൊരു ടോപ്പ് കോറുണ്ട്. ആ കോറിലേക്ക് ഈ 3 താരങ്ങളും കൂടി അഡീഷണൽ ആയിട്ട് വരുന്നു എന്നുള്ളത്. ഒപ്പം തന്നെ വിഹാൻ മൽഹോത്ര, അദ്ദേഹം under-19 സെഞ്ചുറി ഉൾപ്പെടെ അടിച്ച് ടോപ്പ് ഫോമിൽ തന്നെ നിൽക്കുന്ന യുവതാരമാണ്. അതും 30 ലക്ഷത്തിനാണ് സ്വന്തമാക്കിയുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരു RCB വളരെ ഒരു ഡീസൻറ്റ്
ബൈ തന്നെയാണ് ഈ മിനി ലേലത്തിൽ നടത്തിയെന്നുള്ളതാണ് ശ്രദ്ധേയം. എനിക്കൊന്നും ഇതിനകത്ത് പിന്നെ കുറേ താരങ്ങൾ ബേസ് പ്രൈസിന് പോയ കുറേ താരങ്ങൾ, ഇതിൽ നമ്മൾ ഏറ്റവും എടുത്ത് പറയേണ്ട കുറേ താരങ്ങൾ, ഒന്ന് സർഫറാസ് ഖാനാണ്. അദ്ദേഹം സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാനെതിരെ 22 ബോളിൽ 70 എടുക്കുന്നു. അപ്പോൾ ഒരു ടോപ്പ് ബൈ എന്നർത്ഥത്തിലൊക്കെ അദ്ദേഹത്തിന് വലിയ പണം പിന്നെ വാരിയെറിയാൻ സാധ്യതയുണ്ട് എന്നർത്ഥത്തിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം 75 ലക്ഷം, ആദ്യം അൺസോൾഡിലായിരുന്നു, പിന്നെ 75 ലക്ഷം രൂപയ്ക്കാണ് അദ്ദേഹത്തെ ചെന്നൈ തൂക്കുന്നത്. അങ്ങനെ കുറേ താരങ്ങളുണ്ട്. ഇപ്പോൾ ഡേവിഡ് മില്ലറും ബെൻ ഡക്കറ്റും രണ്ടിനെയും തൂക്കിയത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. രണ്ടുപേരും 2 കോടി ബേസ് പ്രൈസിനാണ് വാങ്ങുന്നത് എന്നുള്ളത്. മറ്റൊന്ന് രച്ചിൻ രവീന്ദ്ര, ഇതൊക്കെ ലാഭക്കച്ചവടമാകാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന് രച്ചിൻ രവീന്ദ്രയാണ്. കിൻഡൻ ഡിക്കോക്ക് 1 കോടിക്ക്, അത് അദ്ദേഹം ബേസ് പ്രൈസ് 2-ൽ നിന്ന് 1 കുറച്ച് വന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെയും ബേസ് പ്രൈസിന് തന്നെയാണ് തൂക്കുന്നത്. അതുപോലെ തന്നെ ഹസരംഗ 2 കോടി രൂപയ്ക്ക് ലക്നൗ തൂക്കുന്നുണ്ട്. ഹസരംഗയെ ജേക്കബ് ഡഫി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരൊക്കെ ബേസ് പ്രൈസിന് കൊണ്ടുവന്ന മുതൽ ചിലപ്പോൾ IPL അങ്ങനെയാണ്, ബേസ് പ്രൈസിനും അതിൽ താഴെയൊക്കെ. ഇപ്പോൾ സർഫറാസിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹം IPL അത്ര മികച്ച ഫോമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിട്ടില്ല IPL. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ കളിച്ച ക്രിസ് ഗെയിൽ എല്ലാ കാലത്തും പിന്നെ പഞ്ചാബിൽ അദ്ദേഹത്തെ ബാക്ക് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്, പഞ്ചാബിൽ കളിക്കുന്ന കാലത്തും RCBയിൽ കളിക്കുന്ന കാലത്തും ഒക്കെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ IPL ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മോശം കരിയറാണുള്ളത്. പക്ഷേ സമീപകാല പ്രകടനങ്ങൾ സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിലൊക്കെ സമീപകാല പ്രകടനം നോക്കുന്ന സമയത്ത് നമുക്ക് സർഫറാസ് ഖാൻ ഡെലിവറി ചെയ്യുന്നു എനിക്ക് തോന്നുന്നു. എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത്, ഇതിൽ ഈ ടീമുകളുടെ സ്കൗട്ടിംഗ് ടീമുകൾ വല്ലാതെ വർക്ക് ചെയ്തൊരു മിനി ഓപ്ഷൻ ആയിരിക്കാനുള്ള സാധ്യത. അപ്പോൾ ഇന്നലത്തെ പിന്നെ ഓപ്ഷന് ശേഷം ചെന്നൈയുടെ കാശി വിശ്വനാഥ് വന്ന് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുവരെ ഞങ്ങളുടെ ടീമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഡാഡീസ് ആർമി എന്നാണ്, വയസ്സൻപട എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി മുതൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ടീമിനെ കുറിച്ച് ബേബീസ് ആർമി, കിഡ്സ് ആർമി എന്നൊക്കെ പറയേണ്ടി വരും. കാരണം അവർ നോട്ടമിട്ടത് അവരുടെ സ്കൗട്ടിംഗ് ടീം നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ എടുത്ത 2 താരങ്ങളും കാർത്തിക് ശർമ്മയും പ്രശാന്ത് വീറും നന്നായി സ്കൗട്ട് ചെയ്തതിന് ശേഷം വെറുതെ 14 കോടി എറിഞ്ഞു കൊടുത്തൊന്നുമല്ല. അതുപോലെ തന്നെ ഈ സൺറൈസേഴ്സ് ആയിട്ട് വെറ്റോറിയൊക്കെ പറയുന്നുണ്ട് പിന്നെ സ്കൗട്ടിംഗ് ടീമുകൾ പിന്നെ മരിച്ച് പണിയെടുത്തിട്ടുണ്ട് ഈ ഓപ്ഷന് മുമ്പ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ബാറ്റിങ്ങിലൊക്കെ ഇന്ത്യൻ ടാലന്റുകൾ ഭയങ്കരമായിട്ട് റോൾ കൊടുത്തിട്ടുണ്ട് പല ടീമുകളും. ഇപ്പോൾ ചെന്നൈ കഴിഞ്ഞ തവണ അത് വിജയിച്ചതാണ്. ആയുഷ് മാത്രേ വന്നു, ബ്രവിസ് വന്നു, പല പുതു താരങ്ങളും വന്നു. അവരൊക്കെ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത സീസണിലേക്ക് വരുന്ന സമയത്ത് അവർ കുറച്ചുകൂടി യങ് ടാലന്റുകളെ കൊണ്ടുവരുന്നു. അവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന വിമർശനങ്ങളൊക്കെ അവർ മാറ്റി നിർത്തുന്നു. ഡാഡീസ് ആർമി മാറുന്നു എന്നുള്ളതാണ്. റൈറ്റ്. അപ്പോൾ അതിന് പറഞ്ഞു നിർത്തി വെച്ച് തുടങ്ങാം. പ്രശാന്ത് വീറും കാർത്തിക്കും 2 ടോപ്പ് ബൈ തന്നെയാണ്. കാരണം എല്ലാവരും ഞെട്ടിപ്പോയി. ഒരു ഡൊമസ്റ്റിക് അധികം ശ്രദ്ധിക്കാത്ത ആൾക്കാരൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ബേസ് പ്രൈസിൽ തുടങ്ങി 14 കോടിയും കഴിഞ്ഞ് 14.20 കോടിക്കാണ് ഈ 2 പ്ലേയേഴ്സിനെയും, അതായത് അൺകാപ്ഡ് പ്ലേയേഴ്സിലെ റെക്കോർഡാണത്. 2020 ആവേശ് ഖാന് 10 കോടിക്ക് ലക്നൗ വാങ്ങിയായിരുന്നതിന് മുമ്പ് അൺകാപ്ഡ് താരങ്ങളിലെ റെക്കോർഡ് ഉണ്ടായിരുന്നത്. അതെല്ലാം മറികടന്നുകൊണ്ട് ഒരു ടോപ്പ് ബൈയിലേക്ക് 14 കോടിയിലേക്ക് ഈ 2 താരങ്ങൾക്ക് വേണ്ടി, 2 അൺകാപ്ഡ് താരങ്ങൾക്ക് വേണ്ടി മാത്രം 28 കോടിക്ക് മുകളിൽ ചെന്നൈ ചെലവഴിച്ചു. ഇതിലെന്താന്ന് വെച്ചാലേ ചെന്നൈ സമീർ റിസുവിനെ അതുപോലെ മട്ട വാങ്ങിയിട്ട് കുടുങ്ങിയ ടീമാണ് എന്നുള്ളതാണ്. ആ രീതിയിലുള്ള, അതായത് അവർ ഓവർ പ്രൈസിന്റെ സമ്മർദ്ദം ഇല്ലാതെ ഇവരെ ചെന്നൈ ക്യാമ്പ് മാനേജ്മെന്റ് കൊണ്ടുപോകും എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം അത്ര വയസ്സുള്ളൂ, 20-19 വയസ്സേ പിള്ളേർക്കായിട്ടുള്ളൂ. പക്ഷെ അവര് ഗംഭീരമായിട്ട്, മാത്രമല്ല അവരൊരു ടോപ്പ് ബാക്കപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് കാണുന്നത്. കാരണം പ്രശാന്ത് വീർ ജഡേജയ്ക്ക് ഒരു ഓപ്ഷൻ എന്നുള്ള നിലയ്ക്ക്, കാരണം ഇടങ്കയ്യൻ സ്പിന്നറാണ്, നന്നായിട്ട് ബാറ്റ് ചെയ്യും. ഇപ്പോൾ മധ്യപ്രദേശ് പ്രീമിയർ ലീഗിലൊക്കെ ഗംഭീരമായ പെർഫോമൻസ് ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഒരു ജഡേജയ്ക്ക് ഒരു പെർഫെക്റ്റ് ബാക്കപ്പ് എന്നുള്ള രീതിയിൽ തന്നെ ചെന്നൈ വളർത്തിക്കൊണ്ടുവരുന്നവരാണ്. മറ്റു തരത്തിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം വിക്കറ്റ് കീപ്പറാണ്. ഇപ്പോൾ ഓൾറെഡി 3 വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാർ ചെന്നൈക്കുണ്ട്. ഇപ്പോൾ ധോണിയുണ്ട്, അവിടെ സഞ്ജു സാംസൺ ഉണ്ട്, ഉർവിലുണ്ട്. അതിനുശേഷം പിന്നെ എന്തിനാണ് കാർത്തികിന് ഇത്രയും പൈസ കൊടുത്ത് കൊണ്ടുവന്നെന്നുള്ള രീതിയിലുള്ള ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ധോണിക്കൊരു റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാലും ആവില്ല. അയാൾക്ക് റീപ്ലേസ്മെന്റ് ഇല്ല. അത് നമ്മളൊരു വേറെ തന്നെ ഒരു എക്സെപ്ഷനൊക്കെ നമ്മൾ മാറ്റി നിർത്തണം ധോണിയാണ്. പക്ഷെ എന്നാൽ പോലും അവർ ആ ഒരു രീതിയിൽ, കാരണം അദ്ദേഹം ഡൊമസ്റ്റിക്കിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, രാജസ്ഥാന് വേണ്ടി നന്നായി കളിക്കുന്ന താരമാണ്. അപ്പം അത്തരത്തിൽ 2 നല്ല പെർഫെക്റ്റ് ബൈ തന്നെയായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് നടത്തിയിട്ട് എന്നുള്ളതാണ്. അത് ശരിക്കും കാലം തെളിയിക്കേണ്ടി വരും. കാരണം നമുക്ക് എപ്പോഴും ഒരു വാൾത്താട്ടി മാറിയൊന്നും അങ്ങനെ ലഭിക്കാനുള്ള സാധ്യതയില്ല. ഒരു 1 സീസൺ വണ്ടറായിട്ട് പോയ ഒരുപാട് കളിക്കാരുണ്ട് ഇത്രയും പ്രതീക്ഷകളോടുകൂടി. അങ്ങനെയുള്ള ഒരുപാട് താരങ്ങൾ നമ്മൾ പല സീസണിലായിട്ട് കണ്ടിട്ടുണ്ട്. വലിയ പൈസ കൊടുക്കുന്നു, 9-10 കോടിയൊക്കെ കൊടുത്തിട്ട് പിന്നെ അവർ കളിക്കാൻ ഇറങ്ങി ഇപ്പോൾ നിരാശപ്പെടുത്തിയ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. നെഗറ്റീവായിട്ട് പറയല്ല, കളിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്കൗട്ട് ചെയ്ത് വളർത്തിക്കൊണ്ടുവന്നു, അതിനേക്കാൾ ഒരുപാട് താരങ്ങൾ സ്കൗട്ട് ചെയ്ത് വളർത്തിക്കൊണ്ടുവന്നുണ്ട്. സ്കൗട്ടിംഗ് ഒക്കെ സെറ്റ് ആകും എന്നുള്ളത് ഇവർ ഇത്രത്തോളം പേർക്ക്. മുംബൈ ചെന്നൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പ്ലെയറെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരെ പ്രോപ്പറായിട്ട് തന്നെ അല്ല, അവർ സമീർ റസ്വി വലിയൊരു നിരാശയായിരുന്നു, നിരാശപ്പെടുത്തിയ അനുഭവങ്ങളുണ്ട്. ഇപ്പം ആരിസ് പറഞ്ഞതുപോലെ ബേസ് പ്രൈസിന് കിട്ടിയ ഒരുപാട് പേര്, അതൊരു വലിയൊരു, ഇപ്പം ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം
സർഫറാസ് ഖാനെ കിട്ടി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സർഫറാസ് അങ്ങനെ ഒരു IPL വളരെ ബാംഗ്ലൂരിന് വേണ്ടി കളിച്ചിരുന്ന സമയത്ത് കുറച്ച് മിന്നലാട്ടങ്ങളുള്ള ഇന്നിങ്സുകൾ 2014, 15, 13, 14 ആ സമയത്തൊക്കെ കളിച്ചിരുന്നു. ആ സമയത്താണ് ഗെയിൽ ഇങ്ങനെ പറഞ്ഞത് ഏത് IPL താരത്തിനൊപ്പം കളിക്കാനാണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് സർഫറാസ് ഖാൻ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കളിക്കാരൻ ഏതാണ്? സർഫറാസ് ആലോചിക്കാതെ സർഫറാസ് എന്നാ പറയുന്നത്. കാരണം സർഫറാസിന്റെ ആ സമയത്ത് കുറച്ചൊരു 360 സ്റ്റൈലുള്ള പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇതേപോലത്തെ ഒരു ഇത് കളിച്ചു. അപ്പോൾ 75 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തെ CSK സ്വന്തമാക്കി. പക്ഷെ എന്നെ സന്തോഷപ്പെടുന്നതിന് നന്ദി എന്നാണ് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ പുതിയ ജീവിതം കിട്ടിയ മറ്റൊരാൾ കൂടിയുണ്ട്, പൃഥ്വിഷ. 75 ലക്ഷം രൂപത്തിനാണ് അദ്ദേഹത്തെ ഡൽഹി എടുത്തിരിക്കുന്നത്. അതൊരു നല്ലൊരു അതായത് പൃഥ്വിഷ എന്ന് പറയുമ്പോൾ ശുഭ്മാൻ ഗില്ലിനൊപ്പം കളിച്ചിരുന്ന കളിക്കാരനാണ്. ആ ഒരു ടീമിലെ ക്യാപ്റ്റൻ ആയിരുന്നു. അണ്ടർ 19 ടീമിൽ ശുഭ്മാൻ ഗില്ല് കളിച്ചിരുന്ന സമയത്ത് ആ ടീമിലെ ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹം. പിന്നെ ഒരുപാട് വിവാദങ്ങളിൽ പെട്ടു. മികച്ച ഫോമിൽ അദ്ദേഹത്തിന്റെ അരങ്ങേറ്റമൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം പിന്നെ കളി അച്ചടക്കവും മറ്റൊക്കെ പ്രശ്നം. പക്ഷെ അദ്ദേഹത്തിനൊരു തീർച്ചയായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ വീണ്ടും ഡൽഹി അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്നുള്ളത് ഒരു പുതിയ ലൈഫ് തന്നെയാണ് അദ്ദേഹത്തിന്. വേണ്ടി മാത്രമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ. അപ്പം പൃഥ്വിഷ തിരിച്ചു വരുന്നത് കാരണം ഒരു എല്ലാവരും ക്യൂരിയോസിറ്റിയോട് കൂടി നോക്കുന്ന ഒരു താരങ്ങളിൽ ഒരാളാണ്. പിന്നെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഈ IPL ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു മിനി ഓപ്ഷനിൽ ബൈ ചെയ്തിരിക്കുന്ന ടീമുകളിലൊന്ന് ഡൽഹിയാണ്. ഡൽഹി ഡേവിഡ് മില്ലറെ നേരത്തെ പറഞ്ഞതുപോലെ 2 കോടി രൂപയ്ക്ക് അവർക്ക് ലഭിക്കുന്നു. പത്തും നിസ്സംഗ ശ്രീലങ്കയുടെ ഡാഷിംഗ് ഓപ്പണറാണ്. വൺ ഡേയിൽ ഡബിൾ സെഞ്ചുറി അടിച്ച അപൂർവം ആൾക്കാരിൽ ഒരാളാണ്. അദ്ദേഹത്തെ ടീമിലെത്തിക്കുന്നത്. അതുപോലെ ബെൻ ഡെക്കറ്റിന് വിക്കറ്റ് കീപ്പർ ബെൻ ഡെക്കറ്റ് അവരുടെ ടീമിലെത്തുന്നു. പിന്നെയുള്ളത് ആക്കിബ് നബിയാണ്. നമ്മൾ കഴിഞ്ഞ ഈ സീസൺ നമുക്കറിയാം ഈ രഞ്ജി ട്രോഫിയിലും സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ ബോൾ ചെയ്യുന്ന കാശ്മീരിൽ നിന്നുള്ള പേസ് ബോളറാണ്. അപ്പോൾ അദ്ദേഹത്തെയും അവർക്ക് ബാരാമുള്ള എക്സ്പ്രസ് ആണ്. അപ്പം ബാരാമുള്ള എക്സ്പ്രസിന് അവർ കൃത്യമായിട്ടും അദ്ദേഹത്തിന് 8.40 കോടി രൂപ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒരു ഓൾറൗണ്ടർ ഗണത്തിലാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം ബോളറാണ്. അദ്ദേഹം മികച്ച രീതിയിൽ പന്തെറിയും നമ്മൾ കണ്ടിട്ടുണ്ട്. രഞ്ജി ട്രോഫിയിലെ ഒരു പുത്തൻ സെൻസേഷൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ ടീമിലെടുത്തതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ പേസേഴ്സ് ആയിട്ട് അവർക്ക് ലുങ്കി എങ്കുഡിയും അതുപോലെ കൈൽ ജാമിസിനെയും കിട്ടിയിട്ടുണ്ട്. അപ്പം കൃത്യമായിട്ടും ഒരു വിദേശ താരങ്ങൾ കൃത്യമായിട്ട് അവർ പിക്ക് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് അവർക്ക് ഇന്ത്യൻ പൃഥ്വിഷാനെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്കിബ് നബിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലൊരു ബൈ ആയിട്ട് തോന്നി. താരങ്ങൾ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സെറ്റ്. ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ചിട്ടുണ്ട്. നല്ല ടോപ്പ് ബാറ്റ് ഡെപ്തുള്ള ടീമും കൂടിയാണ് ഇപ്പോൾ. രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് ഇപ്രാവശ്യം അവർ ഇറങ്ങുന്നത്. ഇനി സൺറൈസേഴ്സ് ഹൈദരാബാദിലേക്ക് വരുന്ന സമയത്ത് അവർ ലിയാൻ ലിവിസനെ തൂക്കിയതാണ് അതിലേറ്റവും സുപ്രധാനമായ ബൈ. അതായത് ഓപ്ഷനിൽ ആദ്യം അങ്ങനെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. അതായത് ഫസ്റ്റില് സെക്കൻഡിൽ 10 കോടിക്ക് വന്ന് നല്ല പൈസ കൂടി. ഇപ്പോ ലിവിങ്സ്റ്റണ് അത്രയും പോയി 13 കോടിയിലെത്തി. അതുപോലെ ജോഷ് ഇംഗ്ലീഷ് അൺസോൾഡ് ആയിരുന്നു. പിന്നീട് 8.5 കോടിക്ക് അദ്ദേഹം ഡൽഹി സ്വന്തമാക്കുന്നു. അത്തരത്തിൽ ആദ്യം ആരും മൈൻഡ് ആക്കാതെ നിന്ന് പിന്നീട് ഭയങ്കര പൈസ നേടിയ താരങ്ങളുണ്ട്. അത് അവസാനമായപ്പോഴേക്കും നമ്മൾ ഈ മാർക്കറ്റിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങി കൂട്ടുന്ന പോലെയായിരുന്നു. പൈസ കയ്യിലുണ്ട്, പ്ലേയേഴ്സ് തേക്കണം, അങ്ങനെ വിളിച്ചു കൂട്ടും. അത് സ്ട്രാറ്റജി ആണെന്ന് പറയാൻ സാധിക്കും. ആദ്യത്തെ ഫസ്റ്റ് റൗണ്ടിലേക്ക് വരുന്ന സമയത്ത് ഈ 2 താരങ്ങളാണ് ഇപ്പൊ ഈ ക്വിന്റൻ ഡീകോക്കും അതുപോലെ തന്നെ ക്യാമറൺ ഗ്രീനാണ് വിട്ടുപോയത്. 4 പേര് അൺസോൾഡ് ആയി പോകുന്നു. അപ്പോൾ ഇത് ശരിക്കും അവസാനത്തേക്ക് വരുന്ന സമയത്ത് ആക്സലറേറ്റ് ചെയ്യാം. ഈ ലിവിങ്സ്റ്റന്റെ കാര്യത്തിലൊക്കെ അങ്ങനെയാണ്. ഇവർ ലക്നൌവിനോട് മത്സരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് 13 കോടിക്ക് വാങ്ങാൻ പറ്റിയ എന്നുള്ളതാണ്. പക്ഷേ സൺറൈസേഴ്സിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ബോളിംഗ് ഡെപ്ത് ഇപ്പോൾ ഭയങ്കര ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് ഷമി പോയ ഒഴിവിലേക്ക് അവർക്ക് ഒരാളെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അവർ പാറ്റ് കമ്മിൻസ്, നിതീഷ് കുമാർ റെഡ്ഡി ഇവരൊക്കെ ഓൾറൗണ്ടർ ഓപ്ഷൻസ് ആണ്. പിന്നെ ഉനദ്ഗട്ട് ഇങ്ങനത്തെ ടീമുകളൊക്കെയാണുള്ളത്. അവർക്കൊരു ബാറ്റിംഗ് ഡെപ്ത് എപ്പോഴും എല്ലാ കാലത്തും സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഉണ്ടായിരിക്കെ തന്നെ അവർക്ക് പിടച്ചു പോകുന്ന ചില സമയത്ത് ബോളിംഗ് ഡെപ്തിലാണ്. അപ്പോൾ ഇത്തവണ അവർ പരിഗണിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ മുഹമ്മദ് ഷമി ഒന്നും കഴിഞ്ഞ സീസണിൽ അത്ര ഡെലിവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം പോയ സമയത്ത് അതിൻ്റെ ഒരു ബാക്കപ്പ് വരുമോ എന്ന് നമ്മൾ കരുതി. പക്ഷേ അതവർ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് സൺറൈസേഴ്സ്. അപ്പോൾ ഈ സീസണിലും ചിലപ്പോൾ ഇതേ ക്രൈസിസ് അനുഭവിക്കുമോ എന്ന് കണ്ടറിയണം. അതുപോലെ ഈ രാജസ്ഥാൻ റോയൽസ് നമ്മുടെ മലയാളി താരം സഞ്ജു സാംസൺ പോയ ഒഴിവിലേക്ക് മറ്റൊരു മലയാളി താരത്തെ അവർ പിടിച്ചിട്ടുണ്ട്. വിഘ്നേഷ് പുത്തൂറിന് അവർ ലേലത്തിലേക്ക് വന്നപ്പോൾ അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ ഒരു 1 year വരെയൊക്കെ പോകുമെന്ന് കരുതിയായിരുന്നു. കാരണം എക്സ്പീരിയൻസ് ഉള്ളൊരു ടീമിനാണ് അദ്ദേഹം വരുന്നത്. സയ്യിദ് മുഷ്താഖ് അലിയിലും ഭേദപ്പെട്ട പെർഫോമൻസ് ആയിരുന്നു വിഘ്നേഷ് നടത്തിയത്. പക്ഷേ ബേസ് പ്ലേസിലാണെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ ചിലപ്പം എടുക്കില്ല എന്ന് കരുതിയിരുന്നു. ഈ നമ്മുടെ ഓപ്ഷനിയർ അൺസോൾഡ് എന്ന് പറയാൻ പോകുമ്പോഴാണ് ലാസ്റ്റ് രാജസ്ഥാനെ നോക്കി പിന്നെ അവിടെ ഭയങ്കര കരഘോഷമൊക്കെ ഉണ്ടാവുന്ന ഒരു മൊമെന്റ് ഉണ്ടായത്. ഒപ്പം തന്നെ നിരാശപ്പെടുന്ന ഒരു കാര്യം വേറൊരു മലയാളി പ്ലെയറും ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പൊ അതിൽ തന്നെ ഇപ്പോൾ ആസിഫിനെയും ജിക്കു ബ്രൈറ്റിനെയും ഏതൻ ആപ്പിൾടോമിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി പ്ലേയേഴ്സിനെ പേര് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും സൽമാൻ നിസാറൊക്കെ കഴിഞ്ഞ സീസണിൽ ഒരു ഓവറിൽ 6 6 ഒക്കെ അടിച്ചതല്ലേ അദ്ദേഹം ഒരു മത്സരത്തിൽ? അല്ല, ഈ സീസണിൽ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ. പക്ഷേ അവർ ചെന്നൈയുടെ ട്രയൽസിൽ വരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒമാനെതിരെ ഒരു സൗഹൃദ മത്സരം കളിക്കാൻ പോയി. അതിനുശേഷം പുള്ളി നേരെ വരുന്നത്
ചെന്നൈയുടെ ട്രയൽസിലേക്കായിരുന്നു. ട്രയൽസ് കഴിഞ്ഞ് വന്നു, പക്ഷേ വേണ്ടത്ര അവർക്ക് തോന്നിയിട്ടുണ്ടാവില്ല. പിന്നെ ഈ സീസണിൽ മോശം പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു പെർഫോമൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സൽമാൻ നിസാർ രണ്ട് നമ്മുടെ കെ എം ആസിഫിനെയും മാറി എടുത്തില്ല എന്നുള്ളത്. ആസിഫ് നല്ല ഫോമിലായിരുന്നു. മാത്രമല്ല മുംബൈക്കെതിരെ കേരളം ജയിക്കുമ്പോൾ 5 മുംബൈക്കെതിരെ 5 അടിച്ചു. ആകെ 14-15 വിക്കറ്റുകളുമായിട്ട് ഒരു ഘട്ടത്തിൽ ടോപ്പ് ലിസ്റ്റിൽ വരെ ഉണ്ടായിരുന്നു ബൗളിംഗ്. ശരിക്കും ഒരു ഏത് ടീമിലും അതേ മുമ്പ് ചെന്നൈക്ക് വേണ്ടി കളിച്ചതാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏതെങ്കിലും ടീം വിളിക്കേണ്ടതായിരുന്നു. നിലയ്ക്ക് വിളിച്ചെടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഷിവമാവിയൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ SRJ എടുത്തു. അവർ ആസിഫിനെ തൂക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, ബേസ് പ്രൈസിനാണെങ്കിൽ പോലും. പക്ഷേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഏദൻ ആപ്പിൾട്ടോം നല്ല ബേസറാണ്, നല്ല ഹൈറ്റുള്ള, നന്നായിട്ട് 140 എറിയുന്നൊരു ബൗളറാണ്. രഞ്ജിയിലെ നമ്മുടെ ഫൈനൽ പ്രവേശനത്തിൻ്റെ വലിയ പങ്കുവച്ച താരമാണ്. പക്ഷേ ഏതിനെയും ആരും മുന്നോട്ട് വന്നില്ല എന്നുള്ളതും ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്. കാരണം ഒറ്റ മലയാളി മാത്രമേ ലേലത്തിലുണ്ടായിരുന്നു എന്നുള്ളത് ഒരു ഇതാണ്. പക്ഷെ വേറെ ഒന്നുണ്ട്, ഒരു ഓവറോൾ നോക്കുമ്പോൾ ഒരു മലയാളി തന്നെയാണ് ലേലം മൊത്തം തൂക്കിയത് എന്നുള്ളത് തന്നെയാണ് ഇതിന് മുമ്പത്തെ നോക്കുമ്പോൾ. അപ്പൊ അത്തരത്തിൽ മൊത്തത്തിൽ മിനി ഓപ്ഷൻ ആണെങ്കിൽ പോലും ഒരു മെഗാ ഓപ്ഷന്റെ ഫീൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആർക്കും അങ്ങനെ വലിയ നിരാശപ്പെടുന്ന കാര്യം വലിയ, അതായത് നമ്മൾ ആദ്യം പിന്നെ സർഫറാസ് ഖാൻ അൺസോൾഡ് ആണ്, മില്ലർ അൺസോൾഡ് ആണ്, അങ്ങനെ കുറെ പേര് അൺസോൾഡ് ആയിരുന്നു, ലിവിങ്സ്റ്റൺ ഒക്കെ അൺസോൾഡ് ആയിരുന്നു. പക്ഷെ രണ്ടാമത് ഇവരൊക്കെ പല ടീമുകളിലേക്കും വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നേരത്തെ ആരിസ് തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ ടീമുകളും സ്കൗട്ടിംഗ് ടീം എല്ലാം പക്ക പ്ലാനിലായിരുന്നു വന്നത്. ആദ്യത്തെ 2 ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള താരങ്ങൾ മാത്രം മതി എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അവർ ലേലം വിളിച്ചത്. 3ാമത്തെ ഘട്ടത്തിൽ പിന്നെ ആക്സലറേഷനിൽ സെക്കൻഡ് റൗണ്ടിലേക്കൊക്കെ പോയപ്പോഴാണ് ഇന്ന താരത്തെ കൂടി നമുക്കൊരു അഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബാക്കപ്പ്, വേറൊരു ബാക്കപ്പ്, സെക്കൻഡ് ബാക്കപ്പ് ഒക്കെ എന്നുള്ള രീതിയിലേക്ക് ഉൾപ്പെടുത്താന്നുള്ള രീതിയിൽ ലേലത്തിൽ വിളിച്ചത്. ഫസ്റ്റ് റൗണ്ടിൽ കുറേ അൺസോൾഡ് കാരണം ഇന്ന പ്ലെയർ ഞങ്ങൾക്ക് ആവശ്യമില്ല, പക്ഷെ ആവശ്യമുള്ള പ്ലെയറിനെ എത്ര വില കൊടുത്തും അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. കൊൽക്കത്തയുടെ പല കാര്യങ്ങളും അത് തന്നെയാണ് സംഭവിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ലേലത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെച്ച്. നമ്മൾ ഓരോ ടീമിനെ കുറിച്ചുള്ള പ്രത്യേക അനലൈസിസും നമുക്ക് CSK വാങ്ങിയ 2 സ്പിന്നേഴ്സും നല്ല ബൈ ആയിരുന്നു. അഖിൽ ഹുസൈനെയും രാഹുൽ ചഹാറിനെയും അവർ തിരിച്ചെടുത്തു. അപ്പോൾ അതൊരു നല്ലൊരു ബൈ ആയിരുന്നു കൂടി. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും പ്രേക്ഷകർക്കും ഈ ഒരു ലേലത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും. അതും കൃത്യമായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക. ടാക്ടിക്സ് അവസാനിക്കുകയാണ്. നമസ്കാരം.